രാവിലെ പുറത്തുവരുന്ന അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു അപകടത്തിന്റെ വാർത്ത കൂടിയുണ്ട്. രാജസ്ഥാനിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായിരുന്നു സംഭവിച്ചത്? സ്വപ്ന, ഇന്നലെ ഏറെ വൈകിയാണ് ഇത്തരമൊരു സംഭവം പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാൻ ജയ്സാൽമർ ജോധ്പൂർ ഹൈവേയിൽ ഒരു AC ബസ് സഞ്ചരിച്ചു പോകുന്നു. ആ സമയത്ത് വളരെ പെട്ടെന്ന് ഈ ബസ്സിൽ തീ ഉയരുകയാണ് ഉണ്ടായത്. 800 മീറ്ററിന് സഞ്ചരിക്കുന്ന ആ സമയം കൊണ്ട് ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 പേർ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ആശുപത്രിയിലെത്തിയ 16 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന. അതീവ ഗുരുതരം എന്ന നിലയിൽ തന്നെയാണ്. ചിലർക്ക് 70% പൊള്ളലുകൾ ഏറ്റു എന്നുള്ളതാണ്. അവർ ഏത് തരത്തിൽ രക്ഷപ്പെട്ടു വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും രക്ഷപ്പെട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടായത്. രക്ഷപ്പെട്ട് വന്ന ചിലരാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കാരണം വളരെ പെട്ടെന്ന് പുക ഉയരുകയായിരുന്നു. AC യൂണിറ്റിൽ നിന്നാണ് തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനമായി വിലയിരുത്തുന്നത്. അതായത് ആ പരിസരങ്ങളിൽ ആളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ആ ബസ്സിനടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ആയി ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ബസ് പൂർണ്ണമായും തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് സൈന്യത്തിന്റെ ക്യാമ്പിലേക്ക് വിവരം പോകുന്നു. അവിടുന്ന് സൈന്യം JCBയുമായി എത്തിയാണ് വളരെ പെട്ടെന്ന് ഈ ഗ്ലാസുകളെല്ലാം തന്നെ പൊട്ടിച്ച് ആളുകളെ പുറത്തെടുക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ എത്തുന്നത്. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം ഊർജിതമായി. പക്ഷേ അപ്പോഴേക്കും ഈ 20 പേരുടെ ജീവൻ അവിടെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 16 പേർ ബസിന്റെ പാളികൾ പൊളിച്ച് പുറത്തേക്ക് കിടന്നത്. പൂർണ്ണമായി പുതിയതായി മോഡിഫൈ ചെയ്ത ഒരു വാഹനമാണ്. AC ബസ്സാണ്, സ്ലീപ്പർ AC ബസ്സാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ, അതായത് ഓട്ടോമാറ്റിക് ലോക്ക് സംവിധാനമാണ്. ബസ് പിടിച്ചതോടുകൂടി തന്നെ ഈ ലോക്ക് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു തരത്തിലും രക്ഷാപ്രവർത്തകർക്കോ അകത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായില്ല. തുടർന്നാണ് JCB വെച്ചാണ് ഈ ബസിന്റെ ഗ്ലാസുകളും സൈഡുകളും എല്ലാം തന്നെ പൊളിച്ചുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഖേദകരമായ ഒരു സംഭവം, ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് രാജസ്ഥാനിൽ നിന്ന് നമുക്ക് പുറത്ത് വിടാനുള്ളത്. ഈ സംഭവത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തര സഹായമായി 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് അടിയന്തര സഹായമായി 50,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. ജവഹർ ആശുപത്രി, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ആശുപത്രിയിലൊക്കെ തന്നെയാണ് ഇവർ ചികിത്സകൾ തേടിയിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായ ആളുകളെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രി നേരിട്ട് എത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ആശുപത്രികൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സ്വപ്ന.